കേരള ബഡ്ജറ്റിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് FSCTയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപകരും സർക്കാർ ജീവനക്കാരും സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. മാർച്ച് FSCTO സംസ്ഥാന ജനറൽ സെക്രട്ടറി MA അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളത്തിന്റെ ധനകാര്യമന്ത്രി അവതരിപ്പിച്ച കേരള ബഡ്ജറ്റ് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ, തൊഴിലാളികളുടെ, സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും അവരുടെ ആനുകൂല്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടും നാടിന്റെ ആകെ വികസന കുതിപ്പ് ഉറപ്പാക്കിക്കൊണ്ടും ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിച്ചുകൊണ്ടുമാണ് അവതരിപ്പിക്കപ്പെട്ടത്. തീർച്ചയായും ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ട ഘട്ടം രാജ്യത്താകെ ഈ നിലയിലുള്ള പുരോഗമനപരമായ നടപടികളിൽ നിന്ന് സർക്കാരുകൾ പിന്മാറുമ്പോൾ, വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പരിപാടികളുമൊക്കെ നിർവഹിക്കുക എന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് ഗവൺമെന്റുകൾ പിന്മാറുമ്പോൾ, അതിൽ നിന്ന് വ്യത്യസ്തമായി നാടിന്റെ വികസനവും ക്ഷേമവും ഉറപ്പാക്കുന്ന ചുമതല കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുക്കുന്നതാണ് കേരള ബഡ്ജറ്റ്. അങ്ങനെ ജനക്ഷേമ താൽപര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് ഈ ബഡ്ജറ്റിന്റെ ഭാഗമായി കഴിഞ്ഞ 1 മണിക്കൂർ മുമ്പ് കേരള നിയമസഭയിൽ ധനകാര്യമന്ത്രി അവതരിപ്പിച്ചു. ഇന്ന് ജീവനക്കാരും അധ്യാപകരും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിലെ 3.5 കോടി മലയാളികളെയും ചേർത്ത് പിടിക്കുന്ന ജനകീയ ബജറ്റിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പ്രകടനങ്ങളും ചെറു പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇപ്പോൾ ഈ പ്രകടനവും നമ്മളിവിടെ സമ്മേളിക്കുന്നത്. കേന്ദ്ര